ഈ രാജ്യത്തെ ഏറ്റവും വലിയ മതവിഭാഗം ഏതെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ഹിന്ദു എന്നുള്ളത്. ആ ഹിന്ദു എന്ത് ചെയ്തു ഈ നാടിന് വേണ്ടി എന്ന് ചോദിച്ചാൽ അതിന് വളരെ എളുപ്പത്തിൽ, അതായത് നമ്മളുടെ കണ്ണിന് കാണാൻ പറ്റുന്ന ഒരു ചെറിയ ഉദാഹരണം മാത്രമാണ് ദേവസ്വം ബോർഡുകൾ കയ്യിൽ വെച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ. അത് കേരളത്തിലായാലും തമിഴ്നാടായാലും ആന്ധ്രയിലായാലും ഇന്ത്യ എമ്പാടുമുള്ള ക്ഷേത്രങ്ങളിൽ കോടാനുകോടി രൂപയാണ് ഹൈന്ദവ വിശ്വാസികൾ നൽകുന്നത്. പക്ഷേ അതെന്തിനു വേണ്ടിയാണ് ഭക്തർ ആ പണം അർപ്പിക്കുന്നത്? തങ്ങളുടെ ആ പുണ്യ കേന്ദ്രങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവാലയങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പലപ്പോഴും ആ പണം സർക്കാരുകൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഒരു വലിയ ദുഃഖവാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ദേശീയ തലത്തിൽ കേൾക്കുന്നത്. അതായത് തിരുപ്പതി ഭഗവാന്റെ പ്രസാദമായ തിരുപ്പതി ലഡ്ഡുവിൽ ഈ മൃഗത്തിൻ്റെ കൊഴുപ്പ്, അതായത് മൃഗത്തിൻ്റെ കൊഴുപ്പ് എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി നമ്മൾ വിശദീകരിക്കേണ്ടതായിട്ട് വരും. കാരണം ബീഫ് ടാൽ എന്നാണ് കൂടുതലും മാധ്യമങ്ങൾ എഴുതി കാണുന്നത്. അതെന്താണെന്ന് നമ്മൾ തിരക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഈ എല്ലിനും മാംസത്തിനും ഇടയിലുള്ള മാലിന്യം, അതായത് ഈ ബീഫിൻ്റെയും മറ്റുമൊക്കെ മാലിന്യം, ആ മാലിന്യത്തെ ഉരുക്കി വെള്ള പോലാക്കി അതാണ് തിരുപ്പതി ലഡ്ഡുവിലെ നെയ്ക്ക് പകരം ഉപയോഗിച്ചിരുന്നു. ഒപ്പം തന്നെ പന്നിക്കൊഴുപ്പും മത്സ്യ എണ്ണയും മറ്റുമൊക്കെ ഉപയോഗിച്ചിരുന്നതായി ലാബ് റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദം പുകയുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളെ ഇതേ രീതിയിൽ അവഹേളിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നത് ഇതാദ്യമല്ല. അതായത് സർക്കാർ സൗജന്യമായി കൊടുക്കുന്ന ലഡ്ഡു അല്ല തിരുപ്പതിയിലുള്ളത്. ഒരു ലഡ്ഡുവിന് 50 രൂപ മുതൽ 200 രൂപ വരെ വാങ്ങി മാസങ്ങൾക്കും ആഴ്ചകൾക്കും മുമ്പ് പോലും ബുക്ക് ചെയ്തവർക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. ഒരു ദിവസം 3 ലക്ഷം ലഡ്ഡുവാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ വിതരണം ചെയ്യുന്നതാണ് കണക്ക്. അതായത് ഭക്തർ ഭക്തിയോടുകൂടി നൽകുന്ന ആ തുക വാങ്ങിയിട്ടാണ് ഭക്തരുടെ അണ്ണാക്കിലേക്ക് തന്നെ ഈ മാലിന്യം തള്ളിക്കൊടുക്കുന്നത്. അതേത് സർക്കാരായാലും രാഷ്ട്രീയ പാർട്ടി ആയാലും കടപുഴക്കി എറിഞ്ഞ് മതിയാകൂ. ഇനിയും ഇത് വെച്ചുപൊറുപ്പിക്കാൻ കഴിയില്ല. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം ശ്രീ കുമ്മനം രാജശേഖരൻ ഒരു കാര്യം പറഞ്ഞത് ഓർമ്മ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് ശബരിമല അരവണത്തിൽ വിഷാംശമുണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന്. നമുക്കറിയാം, ശബരിമല അരവണപ്പായസത്തിൽ ചത്ത പല്ലിയുടെ വാലിൻ്റെയും ഒക്കെ വാർത്തകൾ നാം നിരന്തരം കാണുന്നതാണ്. എന്തുകൊണ്ടിത് ഹിന്ദു ക്ഷേത്രങ്ങളിൽ സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ ഹിന്ദുവിൻ്റെ ഒരു ഗതികേടെന്നേ പറയാൻ കഴിയൂ. പക്ഷേ ഇതുപോലെ ഗതികെട്ടൊരു ഹിന്ദു ഉണ്ടായിരുന്നു പണ്ട് ഈ നാട്ടിൽ. പക്ഷേ ആ ഹിന്ദു പൊട്ടിത്തെറിച്ചൊരു ദിവസവും വർഷവും ഉണ്ടായിരുന്നു. ആ വർഷമാണ് 1857. അന്ന് ശിപായി ലഹള എന്നും ഒന്നാം സ്വാതന്ത്ര്യ സമരമെന്നുമൊക്കെ നമ്മൾ ചരിത്രങ്ങളിൽ പഠിക്കുന്ന ആ ഒരു ലഹള അല്ലെങ്കിൽ ആ സമരം പൊട്ടിപ്പുറപ്പെടുന്നതിന് പ്രധാനപ്പെട്ട കാരണവും ഈ മൃഗക്കൊഴുപ്പായിരുന്നു. അന്ന് വെടിയുണ്ടകൾ പൊതിഞ്ഞ് ബ്രിട്ടീഷുകാർ ഈ ഹിന്ദു ഒപ്പം തന്നെ ഈ മുസ്ലിം ശിപായിമാർക്ക് നൽകിയിരുന്നത് മൃഗക്കൊഴുപ്പ് കലർന്ന പേപ്പർ വെടിയുണ്ടകൾ പൊതിഞ്ഞായിരുന്നു. ഒപ്പം തന്നെ ചില വെടിയുണ്ടകൾ കടിച്ച് തുറക്കേണ്ടതായിട്ട് വരും. ആ വെടിയുണ്ടകൾ പശുവിൻ്റെ കൊഴുപ്പ് ഉണ്ടായിരുന്നുവെന്നും പന്നിയുടെ കൊഴുപ്പുണ്ടായിരുന്നുവെന്നുമാണ് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ആ കലാപത്തിന് ഒന്നിപ്പിക്കുന്നതിന് ഇടയാക്കിയത്. കലാപമെന്നല്ല, അതിനെ സ്വാതന്ത്ര്യ സമരമെന്ന് തന്നെ നമ്മൾ പറയണം. കാരണം അവിടെ മുതലാണ് സ്വാതന്ത്ര്യ സമരം ഒരു വലിയ ഏടായി മാറുന്നത്, ഒരു കത്തിജ്വലിക്കുന്ന ഓർമ്മയായി മാറിയത്. അന്ന് ഹിന്ദുവിൻ്റെ ആചാരത്തിന് മുറിവേൽക്കുന്ന സമയം വന്നപ്പോൾ കയ്യിലിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ തോക്ക് ആ ബ്രിട്ടീഷുകാരൻ്റെ നെഞ്ചിന് നേർക്ക് ചൂണ്ടാൻ അവന് കഴിഞ്ഞുവെങ്കിൽ ഇന്ന് കാലം മാറിയിട്ടും ഹിന്ദുവിൻ്റെ വീര്യം ചോർന്നിട്ടില്ല. അടിക്കടി ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഇതുപോലുള്ള വൃത്തികേടുകൾ നടക്കുന്നു എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കേരളത്തിലടക്കം, തമിഴ്നാട്ടിലടക്കം, ആന്ധ്രയിലടക്കം, എന്തിനേറെ പറയുന്നു പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ കൊള്ള ഒന്നുകൊണ്ട് മാത്രമാണ് BJPക്ക് വലിയ ഭൂരിപക്ഷത്തോട് അധികാരത്തിലേറാൻ ഒഡീഷയിൽ കഴിഞ്ഞത്. അവിടുത്തെ സ്വർണ്ണാഭരണങ്ങൾ, ആ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണങ്ങളും രത്നത്തെക്കുറിച്ചും ഇന്നും അറിവില്ല. അതിൻ്റെ നിലവറകൾ തുറന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. പരിശോധിക്കുമ്പോൾ മാത്രമാണ് എത്ര മോഷണം പോയെന്ന് അറിയാൻ കഴിയുന്നത്. ഇനി അതിൻ്റെ അന്വേഷണങ്ങളും മറ്റും വരാനിരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഹിന്ദു ക്ഷേത്രങ്ങൾ കൊള്ളയടിച്ച ടിപ്പുവിൻ്റെയും മുഗളന്മാരുടെയും പിന്തുടർച്ചക്കാരായിട്ട് ഇവിടെയുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ മാറിയിടത്താണ് ഹിന്ദുവിന് ഈ ഗതികേട് അനുഭവിക്കേണ്ടി വരുന്നത്. അതായത് ഭക്തിയോട് വ്രതം നോറ്റ് ക്ഷേത്രത്തിലെത്തി ദേവൻ്റെ പ്രസാദം അവർ പറയുന്ന റേറ്റ് കൊടുത്ത്, അതല്ലാതെ ആരുടെയും സൗജന്യമല്ല, ഓശാരമല്ല, പകരം നാൾക്ക് നാൾ ഓരോ വർഷവും കൂട്ടുന്ന ആ റേറ്റ് ഒരു സാധാരണപ്പെട്ട ഭക്തന് താങ്ങാവുന്ന തുകയല്ല പലപ്പോഴും ഈ ഹൈന്ദവ വിശ്വാസികളെ ചൂഷണം ചെയ്യുന്ന സർക്കാരുകൾ അവരുടെ മുകളിൽ ചാർത്തി കൊടുക്കുന്നത്. അത് ശബരിമലയിലെ പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഉള്ള ബസ് സർവീസിൻ്റെ തുകയായാലും അരവണയുടെ തുകയായാലും അപ്പത്തിൻ്റെ തുകയായാലും തിരുപ്പതി ലഡ്ഡുവിൻ്റെ തുകയായാലും ഒക്കെ കാലാകാലങ്ങളിൽ വർദ്ധിപ്പിക്കാറുണ്ട്. ആ വർദ്ധിപ്പിക്കുന്ന
തുകയാണെങ്കിൽ പോലും അത് നൽകാൻ തയ്യാറായിട്ട് വരുന്ന ഭക്തർക്കാണ് ഇതുപോലുള്ള തെമ്മാടിത്തരത്തിൽ പൊതിഞ്ഞ് ലഡ്ഡു നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഇതൊരു വലിയ വിഷയം തന്നെയാണ്. ഇപ്പോൾ ഏതായാലും കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഇനിയും ഒട്ടും വൈകിക്കൂടാ. ദേവസ്വം ബോർഡുകൾ ഹിന്ദു വിശ്വാസികളെ തന്നെ ഏൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇല്ല എങ്കിൽ ഇവിടെ വീണ്ടും ഒരു 1857 ആവർത്തിക്കേണ്ടി വരും. ഇതുതന്നെയാണ് ന്യൂസിൻ്റെ മലയാളത്തിൻ്റെ പോയിൻ്റ്. നന്ദി, നമസ്കാരം.